തെരഞ്ഞെടുപ്പിന് പിന്നാലെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ. ബിജെപിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും മോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്ന് ബിജെപി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താനാണ് ബിജെപിയുടെ ആലോചന. വൈകിട്ട് 4 മണിക്ക് ഇന്ത്യ യോഗവും 6 മണിക്ക് ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരും. ഇതിനായി നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. ഭൂരിപക്ഷമില്ലെങ്കിലും സർക്കാർ രൂപീകരിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദത്തിൽ തുടർ നീക്കങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. ബിജെപിക്കൊപ്പമുള്ള ചില കക്ഷികളെ അടർത്തിയെടുക്കാൻ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് സൂചന. വാർത്ത കേട്ടില്ലേ? 2024 ലോക്സഭ ഇലക്ഷൻ അവസാനിച്ചു, റിസൾട്ടും വന്നു. ഇന്ത്യ മുന്നണി വമ്പിച്ച വിജയം നേടി. NDA ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വീണ്ടും. യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ അക്ഷരാർത്ഥത്തിൽ തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു ജയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയത്തിലെ വലിയ വലിയ നേതാക്കന്മാർ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പ്, അപ്രതീക്ഷിതമായ പല ട്വിസ്റ്റുകളും സംഭവിച്ച തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെ അവസ്ഥ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ കേരളം 20 ലോക്സഭാ മണ്ഡലം നമുക്ക് കേരളത്തിലുണ്ട്. അതിൽ 18 ഇടങ്ങളിൽ UDFും ഒരിടത്ത് LDFും ഒരിടത്ത് BJPയും വിജയിച്ചു. തൃശ്ശൂരായിരുന്നു ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം. അവിടെ ചരിത്രത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നു. സുരേഷ് ഗോപി 3/4 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളൊക്കെ കേട്ടത്. ഏതായിരുന്നാലും ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, തെരഞ്ഞെടുപ്പിന്റെ ചെറിയൊരു അവലോകനം എനിക്കറിയാവുന്ന രീതിയിൽ മാത്രം അവതരിപ്പിക്കുകയാണ്. 20 മണ്ഡലങ്ങളിൽ 18ഉം UDF നേടി എന്നതിൻ്റെ അർത്ഥം ഇവിടെ കേരളത്തിൽ UDFിനെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ തൃശ്ശൂരിൽ 3 പാർട്ടിയിലെയും വലിയ വലിയ നായകന്മാരാണ് മത്സരിച്ചത്. പക്ഷെ അവരെല്ലാം പരാജയപ്പെടുത്തി BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിച്ചു. അതുപോലെ തന്നെ കേരളം ഒറ്റുനോക്കിയ വലിയൊരു മണ്ഡലമായിരുന്നു വടകര. അവിടെ ശൈലജ ടീച്ചറെ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചു. ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഫൈറ്റ് നടന്നത് ആറ്റിങ്ങലിലായിരുന്നു. പല ആളുകളും പല ഉപമയും ഉദാഹരണങ്ങളൊക്കെ അതിന് പറഞ്ഞിട്ടുമുണ്ട്. ആറ്റിങ്ങലിൽ ഓരോ മിനിറ്റുകൾ കഴിയുമ്പോഴും ഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു. എന്നാൽ അവസാനം അടൂർ പ്രകാശ് അവിടെ വിജയം നേടി. ഏതായിരുന്നാലും വലിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി 2029 വരെ ഇന്ത്യ ഭരിക്കുന്നത് NDA സർക്കാരായിരിക്കും. തുടർച്ചയായി 3-ാം തവണയും അവർ ഇന്ത്യ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടി, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഏതായിരുന്നാലും മുൻ വർഷത്തെ വീഴ്ചകളെ പരിഹരിച്ച് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണോ എന്ന് മനസ്സിലാക്കി, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണോ എന്ന് മനസ്സിലാക്കി, ഇന്ത്യയുടെ ചരിത്രവും പൈതൃകവും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരൊറ്റ കണ്ണോടെ കണ്ട് വേണം അധികാരം നടത്താൻ. അങ്ങനെയാണ് അധികാരം നടത്തേണ്ടതും. ഈ രാഷ്ട്രീയം പറയുമ്പോഴും ഭരണഘടന പറയുമ്പോഴും ഭരണം പറയുമ്പോഴും ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇസ്ലാമിലും രാഷ്ട്രീയമുണ്ട്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയെ നോട്ടമിട്ടോണ്ടൊന്നല്ല. ഇസ്ലാം എന്ന് പറയുന്നത് തുല്യമായി ഒരു ഭരണാധികാരി എന്ന നിലക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായി അധികാരങ്ങൾ
കൊടുക്കുക, അഥവാ അത് എല്ലാവർക്കും തുല്യമായി അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ചും മഹാനവറുകളെ ഭരണത്തിന്റെ മാതൃകയെക്കുറിച്ചൊക്കെ സാക്ഷാൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജി പോലും ഒരിക്കൽ പരാമർശിച്ച് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആരെയും കളിയാക്കാനോ ചീത്ത വിളിക്കാനൊന്നും പോവേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് അത് അതിൻ്റെ സെൻസിലെടുക്കുക, സൗഹൃദം അത് അതിൻ്റെ സെൻസിലെടുക്കുക. സൗഹൃദം ഒരിക്കലും പൊളിഞ്ഞു പോകാൻ പാടില്ല. രാഷ്ട്രീയക്കാർ പല ആളുകൾക്കും പല രാഷ്ട്രീയം ഉണ്ടാവും. രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ. രാഷ്ട്രീയം കാരണം കൊണ്ട് നമ്മുടെ വിലപ്പെട്ട സൗഹൃദങ്ങൾ ആരും തച്ചെടുക്കാൻ പാടില്ല. കാരണം സൗഹൃദങ്ങൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ശേഷവും അഥവാ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് ഉപകരിക്കുന്ന ഒന്നാണ് സൗഹൃദം എന്ന് പറയുന്നത്. നമ്മുടെ ചരിത്രത്തിൻ്റെ സമയത്ത് പല രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെയും നമ്മൾ പോയിട്ടുണ്ടാവാം, പക്ഷെ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഏതായിരുന്നാലും NDA സർക്കാർ വീണ്ടും അധികാരത്തിലിരിക്കുന്നു. പക്ഷേ അപ്പുറത്ത് സ്ട്രോങ് ആണ് ഇന്ത്യ മുന്നണി. കുറഞ്ഞ സീറ്റ് മാത്രമേ അവർക്ക് കുറവുള്ളൂ. അപ്പോൾ നല്ല ഒരു ഭരണ വിവർഷം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പ്രതിപക്ഷം സ്ട്രോങ് ആണ്, ഇപ്പോഴും സ്ട്രോങ് ആണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം ഭൂരിപക്ഷം അദ്ദേഹത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള 5 വർഷം ഇന്ത്യയെ നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.